പ്രിയപ്പെട്ട അധ്യക്ഷ ഡോക്ടർ അഖില എസ്, പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ സൗമ്യ, പ്രിയമുള്ളവർ, പല കാരണങ്ങൾ കൊണ്ടും അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയെന്ന് പറയാം. കാരണം മറ്റ് ചില കുടുംബാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച കോട്ടയത്തുണ്ടായിരുന്നു. അപ്പോഴാണ് രാജൻ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. സത്യത്തിൽ കേട്ടോ, രാജൻ 2 ആഴ്ച കോട്ടയത്ത് താമസിച്ച പരിഷത്തിൻ്റെ ഒരു പരിപാടി പങ്കെടുക്കാതെ ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോയതിന് വലിയൊരു നഷ്ടമായി പോയത്. അതിന് അവസരം തന്നതിന് എനിക്ക് രാജനോടും കോട്ടയം ജില്ലയിലെ പരിഷത്ത് പ്രവർത്തകർക്കും പ്രത്യേകം നന്ദിയുണ്ട്. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് സ്ഥിരമായി താമസിക്കുന്നത്. പരിഷത്തിൻ്റെ മധ്യമേഖലാ ജാഥയുടെ സമാപനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രഭാഷണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ എനിക്ക് കൂടുതൽ താല്പര്യം രാജൻ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ആ ജാഥാ സമാപനത്തിന് പങ്കെടുക്കാനായിരുന്നു. പക്ഷെ അപ്പോഴേക്കും തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമുണ്ട്. സത്യത്തിൽ ഇന്നിവിടെ വളരെ സന്തോഷകരമെന്ന് പറയാൻ കാരണം, ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. ഫ്ലാഷ് മോബ് പെൺകുട്ടികൾ, കേരളത്തിലെ സ്ത്രീകളെ കൂടുതലായിട്ട് ബാധിക്കുന്ന ചില ക്യാൻസർ രോഗ പ്രതിരോധ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നടത്തിയത്. ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. വളരെ ചുരുക്കി പറഞ്ഞാൽ, ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് സൂചിപ്പിച്ചാൽ ഏതാനും വാക്കുകളിൽ. ഒന്ന്, കേരളം ആരോഗ്യ മേഖലയിൽ വളരെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച പ്രദേശങ്ങളിലൊന്നാണ്. ഞാൻ ലോകമാണ് മൊത്തം എടുത്താൽ പോലും പ്രദേശങ്ങളൊന്നാണ്, ഇത് സംശയമൊന്നുമില്ല. പക്ഷെ അതേ അവസരത്തിൽ നമ്മൾ വളരെ ഗുരുതരമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് ഇവിടെ ഇപ്പം ഫ്ലാഷ് മോബ് നടത്തിയത്. പക്ഷേ ആ വെല്ലുവിളികളെ നമുക്ക് പരിഹരിക്കാനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് രോഗപ്രതിരോധത്തിനും ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു വലിയ ബഹുജന പ്രസ്ഥാനം കേരളത്തിൽ. ഇതിപ്പോൾ അങ്ങനെ ഒരു ചെറിയ പരിപാടികൾ നടത്തി പരിഷത്ത് നടത്താം, അതുപോരാ. എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരത നടത്തിയത്. ആ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം പോലെ, കാരണം കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒട്ടനവധി ജനകീയ പദ്ധതികൾ നടത്തി വിജയിപ്പിച്ച ഒരു സംസ്ഥാനമാണ്. അങ്ങനെ പ്രത്യേകത കേരളത്തിലുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം പോലെ ഒരു ജനകീയ ആരോഗ്യ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്, ആരോഗ്യ വിദ്യാഭ്യാസം അതാണ് ആരോഗ്യ വിദ്യാഭ്യാസ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതിന് ഒരു തുടക്കം കുറിക്കണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഷത്ത് മാത്രമായിട്ട് നടത്താൻ കഴിയുന്ന കാര്യമാണ്. പരിഷത്ത് ഒരു ചെറിയ സംഘടനയാണ്. പക്ഷേ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലൊരു വലിയ ജനകീയ ആരോഗ്യ വിദ്യാഭ്യാസ പ്രസ്ഥാനം ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് സൂചിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഈ വിഷയാവതരണത്തിൻ്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും നമുക്കറിയാം, ഞാൻ ആദ്യമേ സൂചിച്ച പോലെ കേരളം ആരോഗ്യ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ്, സംശയമൊന്നുമില്ല. അത് പല രീതിയിൽ വിലയിരുത്താം. ഇപ്പോൾ ആരോഗ്യ ഒരു പ്രദേശത്തെ ഒരു ജനസമൂഹത്തിൻ്റെ ആരോഗ്യ നിലവാരം പരിശോധിക്കാൻ വേണ്ടി ചില സൂചികകൾ പ്രധാനമായിട്ടെടുക്കാം. ഉദാഹരണത്തിന് വളരെ സൂക്ഷ്മ സൂചികകളുണ്ട്. ശിശുമരണ നിരക്ക് എത്രയാണ്, മാതൃമരണ നിരക്ക് എത്രയാണ്. ശിശുമരണ നിരക്കെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾ 1000 കുട്ടികൾ എത്ര പേര് മരണമടയുന്നുള്ളതാണ് ശിശുമരണ നിരക്ക്. മാതൃമരണ നിരക്കെന്ന് പറഞ്ഞാൽ പ്രസവവുമായി ബന്ധപ്പെട്ട് 1,00,000 സ്ത്രീകളിൽ എത്ര പേര് അതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട് മരണമടയുന്നുള്ളതാണ്. കാരണം ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു സെൻസിറ്റീവ് ഇൻഡെക്സ് എന്ന് പറയും, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒന്നാണ്. അത് നോക്കിയാൽ കേരളം ഇന്ന്, പണ്ടൊക്കെ നമ്മൾ ഏതാണ്ട് വികസിത രാജ്യങ്ങൾക്ക് തുല്യമെന്നാണ്. ഇപ്പോൾ വികസിത രാജ്യങ്ങൾക്ക്
തുല്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ ഡിജിറ്റ് എന്ന് പറയും. ശിശുമരണ നിരക്ക് ഇപ്പോൾ 6 അമേരിക്കയിൽ അത്രയേ ഉള്ളൂ കേട്ടോ. മാതൃമരണ നിരക്ക് ഇപ്പോൾ 30, പക്ഷേ അത് അതിനേക്കാൾ താഴ്ന്ന നിരക്കാണ് മറ്റ് വികസിത രാജ്യങ്ങളുള്ളത്. ഈ 30 എന്നുള്ള കണക്ക് തന്നെ അത്ര ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിൽ കുറഞ്ഞിരിക്കാനാണ് സാധ്യത. കാരണം ഏതാണ്ട് 90-100% പ്രസവം ആശുപത്രിയിൽ നടക്കുന്ന ഒരു പ്രദേശങ്ങളൊന്നാണ് കേരളം എന്ന് പറയുന്നത്. മാതൃമരണക്ക് കുറവാണ്. ഇന്ത്യയിൽ അത് അതിൻ്റെ 3 ഇരട്ടിയാണ്, 100ഓളം വരും ഇന്ത്യ മൊത്തം എടുത്താൽ. ആയുർദൈർഘ്യം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ 75ാം വാർഷികം ആഘോഷിച്ചാണ് കഴിഞ്ഞ ജനുവരി 26 അല്ലേ. ഇന്ത്യക്ക് പിന്നെ റിപ്പബ്ലിക്കായ വർഷം ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 38 വയസ്സായി. ഇന്ത്യയിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. അന്ന് തന്നെ കേരളത്തിൽ 42 കേട്ടോ. അന്ന് തന്നെ കേരളത്തിൽ മെച്ചമാണ്. പക്ഷെ ഇന്നിപ്പോൾ ശരാശരി എടുത്താൽ ഒരു പുരുഷന്മാരുടെ 76-നടുത്തും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഏറ്റവും കുറഞ്ഞ 6-7 വർഷം കൂടുതൽ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. 82-83 വയസ്സ് ആയി കഴിഞ്ഞു. ഞാനതുകൊണ്ട് എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ +1 എന്നാണ് പറയുന്നത്. കാരണം 76 ശരാശരി കേരളത്തിലെ ഒരു പുരുഷൻ്റെ ആയുർദൈർഘ്യം. എനിക്ക് 77 അതുകൊണ്ട് +1 ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയധികം അത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ വയോജനങ്ങളുടെ ശതമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടി. അധികം വൈകാതെ 5-ൽ ഒരാൾ 60 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കും കേരളത്തിൽ. ഇപ്പോൾ തന്നെ 16-17% അത് 20% മാറും. ഇതെല്ലാം നമ്മുടെ ആരോഗ്യ മേഖലയുടെ പൊതുവായിട്ടുള്ള നേട്ടങ്ങളുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് മാത്രമല്ല ആരോഗ്യം മെച്ചപ്പെടുന്നത് ഈ ആശുപത്രി പണ്ട് പരിഷത്ത് തന്നെ പറയും. പരിഷത്ത് ഒരു സമവാക്യം പണ്ട് പ്രചരിപ്പിച്ചിരുന്നു. ആരോഗ്യം സമം രോഗം, ആശുപത്രി, ഡോക്ടർ, മരുന്ന് എന്നുള്ളതല്ല. ആരോഗ്യ സമം വിദ്യാഭ്യാസം, പോഷണം, പാർപ്പിടം തുടങ്ങിയവ ചേർന്നാണെന്ന് പണ്ട് തന്നെ പരിഷത്ത് പറയാം. ശുദ്ധജലം, പരിസര ശുചിത്വം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് സോഷ്യൽ ഒറിജിൻസ് ഓഫ് ഡിസീസ് എന്ന് പറയാം. സാമൂഹികമായ പല ഘടകങ്ങളും ചേർന്നാണ് ആരോഗ്യം മെച്ചപ്പെടുന്നത്. ആരോഗ്യ മേഖലയിൽ മാത്രം ഇടപെടുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വൈക്കം സത്യാഗ്രഹ കാലത്ത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സത്യാഗ്രഹം. ആ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി നടന്ന സമരങ്ങളും ആരോഗ്യത്തെ മെച്ചപ്പെടുന്നതിന് സഹായിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് കേരളം ആരോഗ്യ മേഖലയിൽ മുന്നോട്ട് പോയെന്ന് മാത്രമല്ല, ഈ കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ചത് എന്താ അത് പറഞ്ഞിരിക്കണം. കാരണം കോവിഡ് കാലം ലോകത്തെ പഠിപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, എവിടെയെല്ലാം പൊതുജനാരോഗ്യ സംവിധാനം മെച്ചമായിരുന്നോ, പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം സ്വകാര്യവൽകൃതമല്ല, എവിടെയൊക്കെ മെച്ചമായിരുന്നോ ആ രാജ്യങ്ങളിലൊക്കെയാണ് കോവിഡിനെ അതിവേഗം നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് സത്യം പറഞ്ഞാൽ അമേരിക്ക കണ്ടെത്തിയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും മരുന്ന് ഉപയോഗിച്ചാണ് നമ്മൾ കോവിഡിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്കയിലാണ് ഏറ്റവും അധികം ആളുകൾ മരിച്ചത്, ഏറ്റവും രോഗം വ്യാപിച്ചത്. അത് വന്ന സമയത്തായിരുന്നു, അന്ന് ആദ്യഘട്ടത്തിൽ ട്രംപ് ആയിരുന്നു അതിൻ്റെ അന്ന് പ്രസിഡന്റ് എന്ന് പറയുന്നത്. കാരണം അവിടെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആരോഗ്യ സംവിധാനമാണ്. ഏതാണ്ട് 30 ദശലക്ഷം ആളുകൾക്ക് പോലും ആരോഗ്യ സേവനം ലഭിക്കുന്നില്ല. അത് പരിഹരിക്കാൻ വേണ്ടി വന്ന ഒബാമ കെയർ എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ അതേ അവസരത്തിൽ കേരളത്തെ സംബന്ധിച്ച് എന്തായാലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കോവിഡ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് 95% ആളുകൾക്ക് സൗജന്യ ചികിത്സ നമ്മൾ നടത്തിയെന്നുള്ളതാണ് സർക്കാർ ആശുപത്രിയിൽ. അത് വെറും സൗജന്യ ചികിത്സയല്ല, വെന്റിലേറ്ററിൻ്റെയൊക്കെ സഹായത്തോടെ ആവശ്യമുള്ള ICU കെയർ വരെ നമ്മൾ കൊടുത്തു. റെംഡെസിവിർ പോലുള്ള വില കൂടിയ മരുന്നുകൾ നമ്മൾ ലഭ്യമാക്കി. വളരെ കുറച്ച് ആളുകളാണ് സ്വകാര്യ ആശുപത്രികൾ ചികിത്സിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, പഞ്ചായത്തുകളുടെ കൂടെ സഹായത്തോടുകൂടി ഹോം കെയർ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ അല്ലേ, കോവിഡ് ഹോസ്പിറ്റലുകൾ, ICU കെയർ. അതിൻ്റെ ഫലമായിട്ട് ഈ വെന്റിലേറ്റർ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് പൊതുവായിട്ടുള്ള ഒരു പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ശക്തിപ്പെടൽ നടന്നു കഴിഞ്ഞു. അത് ഞാൻ പറയാം. ഞാനിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോസറി പ്രൊഫസറായിരുന്ന കാലത്താണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ട് പോകുന്നത്, 2000. അപ്പോൾ അന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ICU ഞങ്ങൾ തുടങ്ങിയിരുന്നു. അതിൽ ഒരു വെന്റിലേറ്ററാണ്, 10 ബെഡുണ്ട്, ഒരു വെന്റിലേറ്ററേ ഉള്ളൂ. വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ഏത് രോഗം വരുമ്പോഴും, അത് ഹെപ്പാറ്റിക്, നിങ്ങളുടെ കരളിനെ ബാധിക്കുന്ന രോഗമാണെങ്കിലും ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണെങ്കിലും
ഒരു ലൈഫ് സേവിങ് എക്യുപ്മെൻ്റാണ് ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഒരു വെന്റിലേറ്റർ. ഇന്നിപ്പോൾ ഞാൻ സൂപ്രണ്ട് ജയകുമാരനെ വിളിച്ചു നോക്കുമ്പോൾ 100-ലേറെ വെന്റിലേറ്റർ. നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഇന്ന് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട്, 7 ICU യൂണിറ്റാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പൊതുജനാരോഗ്യ സംവിധാനം വളരെ ശക്തമാണ്. പരിഷത്ത് തന്നെ 86 ഒരു പഠനം നടത്തി. ഞാനൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ജോലി നടത്തുന്നത്. നമ്മൾ കേരളത്തിലെ ആരോഗ്യത്തെക്കുറിച്ചൊരു വിശദമായ പഠനം നടത്തി. ആദ്യത്തെ പഠനം പരിഷത്തിൻ്റെ ആ പഠനമായിരുന്നു. ആ പഠനം അനുസരിച്ച് കേവലം 28% ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ആ സ്ഥാനം. ആ പോകാനൊരു കാരണം സർക്കാർ ആശുപത്രി വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, സൗകര്യങ്ങളില്ലായിരുന്നു. പ്രത്യേകിച്ച് ഹെൽത്ത് സർവീസുകളുണ്ട്. ജില്ലാ ആശുപത്രി താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ 3 മെഡിക്കൽ കോളേജൊന്നും ഉണ്ടായിരുന്നുള്ളൂ, പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ആലപ്പുഴ മെഡിക്കൽ കോളേജ്, സ്വകാര്യ മെഡിക്കൽ കോളേജ് സർക്കാർ മേഖലയിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നീടാണ് ഈ ആശുപത്രികളൊക്കെ ഉണ്ടാകുന്നത്. തുടങ്ങിയതുള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജ് 65-ലാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. മാത്രമല്ല അന്ന് വിവിധ സാമൂഹിക വിഭാഗത്തെ തരംതിരിച്ചാണ് പഠനം നടത്തിയത്. ഏറ്റവും ദരിദ്രരായ ജനവിഭാഗത്തിൽപ്പെട്ടവരിൽ പോലും 40% സർക്കാർ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം അതിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ മരുന്നില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ വമ്പിച്ചൊരു മാറ്റം വരുന്നത് ജനകീയാസൂത്രണം 96-ൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈകളിലേക്ക് ഗ്രാമീണ ആരോഗ്യ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ആശുപത്രികളെ വിട്ടുകൊടുത്തോടുകൂടിയാണ് വമ്പിച്ചൊരു പരിവർത്തനം നടന്നത്. നേരത്തെ മെഡിക്കൽ കോളേജിൽ മാത്രമായിരുന്നു ശ്രദ്ധയെടുത്ത്. ഞാനത് പ്ലാനിംഗ് ബോർഡിൽ അംഗവും കൂടിയായിരുന്നു. പക്ഷെ അതിൽ വലിയൊരു മാറ്റം വന്നു. നമ്മുടെ സർക്കാർ സംവിധാനം മെച്ചപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് ഏറ്റവും കുറഞ്ഞ 50% ആളുകൾ ഇന്ന് സർക്കാർ മേഖലയെ ആശ്രയിച്ചാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ന് തന്നെയല്ല, കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളും മാത്രം എടുത്താൽ മെഡിക്കൽ കോളേജുകളും അല്ലെങ്കിൽ ചില മെഡിക്കൽ കോളേജുകളിലെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളും, ഉദാഹരണത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിക് വിഭാഗം എടുത്തു കഴിഞ്ഞാൽ, ഞാനത് വെറുതെ സർക്കാർ മേഖലയെ പുകഴ്ത്താൻ വേണ്ടി പറയുകയല്ല, അടിവരയിട്ട് പറയുകയാണ്, കേരളത്തിലെ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെയും അതിശയിക്കുന്ന സാങ്കേതിക വിദ്യകളും മനുഷ്യവിഭവശേഷിയും ഉള്ള ഒരു മേഖലയായിട്ട് നമ്മുടെ പുതിയ മെഡിക്കൽ കോളേജുകളും വളർന്നത്. ഒരു സംശയമാണ്. ഇതാണ് എൻ്റെ നേട്ടത്തിൻ്റെ ഒരു വശം. അതുകൊണ്ട് നേരത്തെ തന്നെ കേരള ആരോഗ്യത്തെക്കുറിച്ച് വിദേശത്തുള്ള വിദഗ്ധർ, പ്രത്യേകിച്ച് ലോകാരോഗ്യ സംഘടന പോലുള്ള സംഘടനകൾ, നമ്മളല്ല ഈ കേരള മോഡലിൽ നിന്നും ഹെൽത്ത് കെയറിൽ നിന്നും കേരളത്തിലുള്ളവരല്ല സത്യത്തിൽ പറഞ്ഞത്, വെളിയിലുള്ളവരാണ്. അന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വാചകത്തിൽ പറയുകയാണെങ്കിൽ, ഗുഡ് ഹെൽത്ത് അറ്റ് ലോ കോസ്റ്റ്, ഗുഡ് ഹെൽത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി. അതാണ് കേരള മാതൃകയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഗുഡ് ഹെൽത്ത് അറ്റ് ലോ കോസ്റ്റ്, ഗുഡ് ഹെൽത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി. ഗുണമേന്മയുള്ള ആരോഗ്യം, നല്ല ആരോഗ്യം, അതും ചിലവ് കുറഞ്ഞെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് കേട്ടോ. എങ്കിൽ പോലും നമ്മൾ ശരാശരി സ്വകാര്യ ചിലവും സർക്കാർ ചിലവും കൂടെ ഒരുമിച്ചെടുത്താൽ ശരാശരി നമ്മൾ ചിലവാക്കുന്ന പെർ ക്യാപിറ്റ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, പ്രതിശീർഷ ആരോഗ്യ ചിലവെന്ന് പറയുന്നത് 14,000 രൂപയോളം വരും. അമേരിക്കയിലെ ഇന്നത്തെ ആരോഗ്യ ചിലവെന്ന് പറഞ്ഞാൽ $14,000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 85 ഇരട്ടിയാണ് അല്ലേ. ഇപ്പോൾ 86 രൂപയാണ് ഇന്ന്. 87 അപ്പോൾ 87 ഇരട്ടി തുക മുടക്കിയാണ് ഈ പറയുന്ന ശിശുമരണ നിരക്ക് 6 ആക്കിയിരിക്കുന്നത് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചിലവ് കുറഞ്ഞെന്ന് പറയാൻ കാരണം കേട്ടോ. എന്നാലും കേരളത്തിൽ പ്രശ്നമാണ്, അതിലേക്ക് ഞാൻ വരാം. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരു മിനിമം ആരോഗ്യ സേവനം നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. കാരണം നമ്മുടെ പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യം എല്ലാ പഞ്ചായത്തുകളിലുണ്ട്, ഗ്രാമീണ മേഖലകളിലുണ്ട്. ഞാൻ വയനാട്ടിലെ നൂൽപ്പുഴ എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിലുണ്ട്, അറിയാമോ? നൂൽപ്പുഴ ആദിവാസികൾ കൂടുതലുള്ളൊരു പ്രദേശത്തെ പഞ്ചായത്താണ്. ഞാൻ സത്യം അത്ഭുതപ്പെട്ടു. ഒരു പ്രാഥമിക ആരോഗ്യം, അത് ഷീറ്റ് ടോയ്ലറ്റ് വരെയുണ്ട്. അവർ ഓൺലൈനായിട്ട് ഈ ആദിവാസികൾക്കായിട്ട് ഓൺലൈനായിട്ട് ടെലിവിഷൻ ഒക്കെ വെച്ചിട്ട് അവരുമായിട്ട് രോഗികളുമായിട്ട് ഡോക്ടർമാർ സംസാരിക്കുന്നു. നൂൽപ്പുഴ ഞാൻ പറഞ്ഞു, അതിന് ഈ ലോകാരോഗ്യ സംഘടനയുടെ ഈ പ്രാഥമിക ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും അധികം സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് ഹാൽഡൻമാൻ എന്ന് പറയുന്ന ഡയറക്ടർ ജനറലായിരുന്നു. അദ്ദേഹം ഇരിക്കുമ്പോഴാണ് അൽമാട്ട കോൺഫറൻസ് നടക്കുന്നത്. എല്ലാവർക്കും ആരോഗ്യം നമ്മൾ പറയാറില്ല, എല്ലാവർക്കും ആരോഗ്യം 2000 ആണ്ടോടുകൂടി നമ്മൾ പറയാറില്ലേ. ആ കോൺഫറൻസ് നടത്തുന്നത് ഈ ഹാൽഡൻമാനാണ്. അപ്പോൾ അദ്ദേഹം 2018 മരിച്ചു. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ മാറി വരുന്ന ആരോഗ്യമന്ത്രിമാരോട് പറയും, ഈ നൂൽപ്പുഴ പ്രാഥമിക ആരോഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ പേരിടണം. പേരിട്ടിട്ട് WHO ഡയറക്ടർ ജനറലിനെ ഇപ്പോഴത്തെ ജനറൽ വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്.
അത്ര നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ 50% ഇനി മുന്നോട്ട് പോകാം. ഇതാണ് അതിൻ്റെ ഒരു നല്ല വശം നമുക്ക് പറയാം കേരള ആരോഗ്യം. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്, അതാണ് നമ്മൾ അലട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് ഇടപെടേണ്ട സാഹചര്യം വന്നത്. നമുക്ക് ഈ വൈകികളെ വളരെ വിശദമായി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ആയുർദൈർഘ്യം വർദ്ധിക്കുകയും മരണനിരക്ക് കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും രോഗമുള്ളവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. രോഗാതുരിതമായ ഹൈലി മോർബിഡ് എന്ന് പറയും, രോഗാതുരിതമായ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. അത് പലതരത്തിലുള്ള ഇപ്പോൾ കാരണം ആയുർദൈർഘ്യം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചില രോഗങ്ങൾ വർദ്ധിക്കാം. അത് നമ്മൾ അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു വിലയാണെന്ന് വേണേൽ പറയാം. ഇപ്പോൾ പ്രമേഹം, രക്താതിമർദ്ദം, ക്യാൻസറുകൾ, പലതരത്തിലുള്ള ക്യാൻസറുകൾ, മാനസിക രോഗം, ശ്വാസകോശ രോഗം, അല്ലേ, മറവി രോഗം, അല്ലേ, ഇങ്ങനെ പല രോഗങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്, സംശയമൊന്നുമില്ല. ദാറ്റ് ഇസ് എ പ്രൈസ് യു ഹാവ് ടു പേ ഫോർ ബീയിങ് എലൈവ് രോഗം. പക്ഷേ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ്, അതാണ് പ്രശ്നം. ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞ ക്യാൻസർ രോഗങ്ങളിൽ സ്തനാർബുദ മധ്യവയസ്കരായിട്ടുള്ള കേരളത്തിലെ സ്ത്രീകളിൽ വർദ്ധിച്ചു വരികയാണ്. മറ്റ് ക്യാൻസറുകൾ സത്യത്തിൽ കൂടുന്നുണ്ടെന്ന് ഞാൻ പറയത്തില്ല. മറ്റ് ക്യാൻസറുകൾ നമ്മുടെ ആയുർദൈർഘ്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്ര കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ആയുർദൈർഘ്യം കൂടുമ്പോൾ ഉണ്ടാകാവുന്ന വർധന ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സ്തനാർബുദത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകളിൽ 3/2 ആളുകളുടെ എന്താണ് ഹൈപ്പർ ടെൻഷൻ, രക്താതിമർദ്ദമുള്ളവരാണ്. പുരുഷന്മാരിൽ 20% എന്നാണ് പറയുന്നത്, കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രമേഹമുള്ളവർ, അല്ലേ. ഇന്നിപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ അവിടെ കയറിയപ്പോൾ, അല്ലേ, പ്രത്യേകിച്ച് എന്നെ കാണുമ്പോൾ ചോദിക്കും വിത്താണോ വിത്തൗട്ടാണോ, അല്ലേ. നമ്മൾ എപ്പോഴും എവിടെ ചെന്നാലും വിത്താണോ വിത്തൗട്ടാണോ എന്ന് ചോദിക്കാൻ കാരണം പ്രമേഹമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ കേരളമാണ് ഇന്ത്യയിലെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനമായി മാറിയിട്ടുണ്ട്. ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് കേരള ഇന്ത്യ. പ്രതീക്ഷകൾ കൂടുതലാണ്. അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു ഇന്ത്യയിലെ ഇപ്പോഴത്തെ കണക്ക് ഒരു പക്ഷേ കേരളത്തിലാണ് ശരിയായ കണക്ക് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ കൂടിയിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും കൂടുതലാണെന്നുള്ളൊരു സത്യമാണ്. ഏറ്റവും കുറഞ്ഞ 40% ആളുകൾക്ക് മാനസികമായ പല പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അതിന് 10% ആൾക്ക് ചികിത്സ ആവശ്യമുള്ളവരാണ്. സത്യത്തിൽ കേരളത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ തിന്മകൾ എടുത്തു നോക്കുക. അത് വർദ്ധിച്ചു വരുന്ന അല്ലേ ആക്രമണ പ്രവണതകൾ, പ്രത്യേകിച്ച് യുവാക്കളിൽ സ്ത്രീ പീഡനം, മയക്കുമരുന്ന് സേവ തുടങ്ങി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ തിന്മകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം മാനസിക ആരോഗ്യത്തിൽ വന്നിട്ടുള്ള ഒരു തകർച്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇനി പോട്ടെ, ജീവിതശരീര രോഗങ്ങൾ നമ്മൾ പൊതുവേ പറയുന്ന ആയുർദൈർഘ്യം കൂടുമ്പോഴുണ്ടാകുന്ന രോഗത്തിൻ്റെ വർധനമാണ് നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറേ കൂടുതലാണ് എന്നാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ആശ്വസിക്കാമായിരുന്നു. കേരളത്തെ പോലെ തന്നെ ആരോഗ്യം മെച്ചമാണ്, മറ്റു പല രാജ്യങ്ങളെക്കാളും മെച്ചമാണ് നമ്മൾ പറയുമ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ നിയന്ത്രണ വിധേയമാക്കി, കേരളത്തിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കിയ പല രോഗങ്ങളും മിക്ക പകർച്ചവ്യാധികളും തിരിച്ചു വന്നുകൊണ്ടിരിക്കും വലിയ തോതിൽ. വളരെ ലളിതമായ രോഗപ്രതിരോധ മാർഗങ്ങൾ കൊണ്ട് തടയാൻ കഴിയുന്ന, ഇപ്പം കോവിഡിനൊന്നും വാക്സിനൊക്കെ അവസാനമാണുള്ളത്. പലരും ഇപ്പം ചിക്കൻ ഗുനിയയ്ക്ക് വാക്സിൻ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ വാക്സിൻ പോലും ഉണ്ട്, ലളിതമായ ഔഷധ ചികിത്സ കൊണ്ട് മാറ്റാവുന്ന, അല്ലെങ്കിൽ ശുചിത്വ സംവിധാനങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കൊതുകിനെ നിയന്ത്രിച്ചുകൊണ്ട് തടയാൻ കഴിയുന്ന രോഗങ്ങൾ കേരളത്തിൽ നിരന്തരമായി വർദ്ധിച്ചു വരിക. അതാണ് എമർജിങ് ഇൻഫെക്ഷൻസ് ഡിസീസ് എന്ന് പറയും. നേരത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞു. അത് ഫ്ലൂ ആണെങ്കിൽ ഫ്ലൂ കൊണ്ട് എത്ര പേരാണ് മരണമടഞ്ഞത്? ഫ്ലൂവിനാണ് വാക്സിനുണ്ട്, ആൻറ്റിവൈറലുണ്ട്. ഇപ്പോഴും കോവിഡിന് ആൻറ്റിവൈറൽ കണ്ടെത്തിയിട്ടില്ല. ഫ്ലൂവിന് ആൻറ്റിവൈറൽ നമുക്ക് ലഭ്യമാണ്, വാക്സിനും എടുക്കാം, നല്ല വാക്സിനാണ് ഫ്ലൂവിന്. പക്ഷെ അതുകൊണ്ട് ആളുകൾ മരിക്കും. പിന്നെ എലിപ്പനി എന്ന് പറഞ്ഞാൽ എലി മാത്രമല്ല, കന്നുകാലിയുടെ മൂത്രത്തിൽ നിന്നൊക്കെ കൂടെ വ്യാപിക്കുന്ന രോഗമാണ് ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. ലെപ്റ്റോസ്പൈറോസിന് ഡോക്സിസൈക്കിൾ എന്നുള്ള മരുന്നിൻ്റെ വില വളരെ കുറവല്ലേ. മരുന്നിൻ്റെ വില കൂടുതലിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് തടയാൻ കഴിയുന്നതാണ്. നമ്മൾ തടഞ്ഞിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കകാലത്ത് നമ്മൾ തടഞ്ഞ രോഗങ്ങളൊന്നാണ്. ചികിത്സിക്കാനും ഡോക്സിസൈക്കിളാണ് ഉപയോഗിക്കുന്നത്, വില കുറവാണ്. പക്ഷേ എലിപ്പനി മൂലം രോഗികൾ കേരളത്തിൽ മരണമടഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത്, ഞാൻ 1965 ബാച്ചാണ് ഞങ്ങൾ ഈ തിരുവനന്തപുരം. നിങ്ങൾ പല ആളും ജനിച്ചു തന്നെ കാണത്തില്ല.
അന്ന് പഠിച്ച് മറന്നുപോയ പല രോഗങ്ങളും കേരളത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അമീബിയാസ് അല്ലേ, മസ്തിഷ്ക ജ്വരം തിരിച്ചു വന്നു. എത്ര പേര് മരണമടഞ്ഞു? പണ്ട് പഠിച്ച എനിക്ക് അതിനെ പേരുകൾ തന്നെ മറന്നുപോയി. ആ രോഗാണുക്കളിലേക്ക് എല്ലാം തിരിച്ചു വന്നുകൊണ്ട് ലീഷ്മാനിയാസിസ് ഇതൊക്കെ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾ, എല്ലാ പകർച്ചവ്യാധികളും, അതും വായുവിലൂടെയും മലിനജലത്തിലൂടെയൊക്കെ പകർന്ന രോഗം. 47 പേരാണ് പേപ്പട്ടി കടിച്ച് കഴിഞ്ഞ വർഷം കേരളത്തിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്? അതിനാണ് കാരണം ഭക്ഷ്യവസ്തുക്കൾ റോഡിലിടുന്നുണ്ടാണ്. ഭക്ഷ്യവസ്തുക്കൾ റോഡിലിടുന്നുകൊണ്ടാണ് ഈ തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത്. നമ്മൾ ഈ മാലിന്യ നിർമ്മാർജ്ജനം ഇപ്പം സർക്കാർ വലിയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത നവംബർ 1-ാം തീയതിയോടുകൂടി പൂർത്തിയാക്കും, കേരളം മാലിന്യമുക്ത സംസ്ഥാനമാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നടന്നു വരാം. അതിരിക്കട്ടെ, ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ്. കൊതുകുകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു. മാനസിക രോഗ ചികിത്സയ്ക്കാണെങ്കിൽ നമുക്ക് 3 വലിയ ആശുപത്രികളുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്. എല്ലാ മെഡിക്കൽ കോളേജിലും സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ഹെൽത്ത് സർവീസിലുണ്ട്, പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്. പക്ഷേ മാനസികാരോഗ്യത്തിൻ്റെ സ്ഥിതി, വാഹനാപകടം. ഞാൻ ഏറ്റവും 30 വർഷം വാഹനാപകടത്തിൽ പരിക്ക് പറ്റുന്ന ആളെ ചികിത്സിച്ച ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കി മനസ്സ് മരവിച്ച ഒരു ഡോക്ടറാണ്. 30 years. ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, CT സ്കാനൊന്നും ഇല്ലാത്ത കാലത്താണ്. ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ ശരാശരി 4000 പേര് കേരളത്തിലെ തെരുവുകളിൽ മരണമടഞ്ഞുകൊണ്ടിരിക്കുക. ഈ വർഷം കുറച്ചൊന്നും കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിലൊരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല റോഡുകളായിരുന്നു. നല്ല റോഡ് മോശമാകുമ്പം ആ കാരണം കൊണ്ടും, റോഡ് നന്നാകുമ്പം ആ കാരണം കൊണ്ടും വാഹനാപകടങ്ങൾ ഉണ്ടാകും. അതാണ് കേരളത്തിൽ. ഇപ്പോൾ പിന്നെ മൊബൈൽ കൂടെ ഒന്നുകൂടി കുറച്ചുകൂടെ കൂടി. 4000 പേര് 10 ഇരട്ടി ആളുകൾക്ക് അംഗവൈകല്യം ഉണ്ടാകുന്നുണ്ട്, ഗുരുതരമായ അംഗവൈകല്യം ഉണ്ടാകുന്നുണ്ട്. അവർ ജീവിതത്തിലേക്ക് പലപ്പോഴും തിരിച്ചു വന്നില്ല എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ നമ്മുടെ വളരെ രോഗഗ്രസ്തമായ ഒരു സമൂഹം, ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഗുണമേന്മ കുറഞ്ഞിരിക്കുന്നു. ലോകാരോഗ്യ സംഘടന പറയുന്നത് എന്താ അറിയോ? നമ്മുടെ ജീവിതത്തോട് പ്രായത്തെ കൂട്ടിച്ചേർക്കണം. അങ്ങനെയാണ് ആയുർദൈർഘ്യം കൂടുന്നത്. നല്ല കാര്യമാണ്. യു ആഡ് ലൈഫ് ഇയേഴ്സ് ടു യുവർ ലൈഫ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. യു ഹാവ് ടു ആഡ് ലൈഫ് ടു ഇയേഴ്സ്. ജീവിതത്തെ പ്രായത്തോട് കൂട്ടിച്ചേർക്കണമെന്നാണ്. ജീവിതത്തോട് കൂട്ടിച്ചേർക്കണം. ഈ രോഗാനുസൃതത കുറഞ്ഞിരിക്കണം. പലതരത്തിലുള്ള രോഗങ്ങൾ നിയന്ത്രിച്ച് നിർത്തുകയും വേണം. പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുക, തടയുക, അല്ലെങ്കിൽ ചികിത്സിച്ച് നിയന്ത്രണ വിധേയമാക്കുക. പക്ഷേ കേരളം ഇന്ന് ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് എക്സ്ട്രീംലി പുവർ. നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലെ സത്യം പറഞ്ഞാൽ സർഗാത്മകതയും ഒക്കെ കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് പുവർ. അതുകൊണ്ട് നമ്മൾ നേരത്തെ നിർവചനം ഒന്നുകൂടെ നോക്കണം. എന്താണ് ഗുഡ് ഹെൽത്ത് അറ്റ് ലോ കോസ്റ്റ് അല്ലേ? ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഹെൽത്ത്. കേരളത്തിൽ ഇപ്പോഴുള്ളത് നല്ല ആരോഗ്യമല്ല. നമുക്കൊരു മാതൃകയെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കേരളത്തിലെ ആരോഗ്യ ചെലവ് വർദ്ധിച്ചു വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ വൈരുദ്ധ്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഒരു ഭാഗത്ത് പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുന്നു, സ്വകാര്യ ആശുപത്രികളെ പോലും അസൂയപ്പെടുത്തുന്ന സർക്കാർ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ പോലും അല്ലേ, ജില്ലാ ആശുപത്രികൾ പോലും ഇന്ന് പിന്നെ കാത്തിലാപ്പൊക്കെ 3 ജില്ലാ ആശുപത്രികൾ അതിലല്ലേ, പാലക്കാടുണ്ട്, പിന്നെ എറണാകുളം ജില്ലാ ആശുപത്രിയിലുണ്ട്. ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജിനേക്കാളും നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കെ തന്നെ സ്വകാര്യ ചെലവ്, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കൂടി വരുന്ന സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. കാരണം കേരളത്തിലൊരു പ്രത്യേകത, സർക്കാർ ആരോഗ്യ ചെലവും സ്വകാര്യ ആരോഗ്യ ചെലവും ഒരുപോലെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 13,000 രൂപയോളം നമ്മൾ ചിലവാണ്. അതിൽ 4,500 സർക്കാർ ചിലവാണ്, ബാക്കി മുഴുവൻ നമ്മുടെ ചിലവ്. അതിന് കാരണം എന്താ? ഈ ഉയർന്ന രോഗാതുരത ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ 50% ആൾക്ക് ഒരു അവിടെ തന്നെ സർക്കാർ ആശുപത്രി തന്നെ ആശുപത്രി ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് സംവിധാനം നോക്കുമ്പോൾ ആശുപത്രി ചികിത്സയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിനുശേഷം മരുന്നുകളൊക്കെ വാങ്ങേണ്ടി വരും അല്ലേ? ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടത്. ഇപ്പോൾ പ്രമേഹം, ഞാൻ തന്നെ 3 മരുന്നുകൾ എല്ലാ ദിവസവും രാത്രി മരണകാലം വരെ കഴിക്കേണ്ടി വരും. പല രോഗങ്ങൾക്കും, ക്യാൻസർ ആണെങ്കിലും പ്രമേഹമാണെങ്കിലും മറ്റു രോഗങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കണം. പലതിൻ്റെ വില വളരെ കൂടുതലാണ്. പിന്നെ പുതിയ എന്താണ് പറയുന്നത്, ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള രോഗം കണ്ടുപിടിക്കാനുള്ള പുതിയ ഉപകരണങ്ങൾ വരികയാണ്. അതിന് ചിലവാണ്. നമ്മുടെ സർക്കാർ ആശുപത്രി ചികിത്സിക്കുമ്പോൾ പോലും കോ പേയ്മെൻ്റ് എന്ന് പറയും. കുറേ കാര്യങ്ങളൊക്കെ വെളിയിൽ നമ്മൾ വാങ്ങേണ്ടി ഇല്ലേ? പണ്ട് ഡോക്ടർമാരൊക്കെ പറയുമ്പോൾ ലിസ്റ്റർ എന്നാണ് ഇൻഷുറൻസിനെ ഞങ്ങൾ വിളിച്ചത്. ജോസഫ് ലിസ്റ്റർ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ്റെ പേര് എന്താണെന്നറിയോ? പിന്നെ ഓപ്പറേഷൻ മുമ്പ് ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കുക, ഇന്ന സാധനങ്ങൾ വാങ്ങണോ. എല്ലാ കാര്യങ്ങളും സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാവണം നിർബന്ധം.
കാരണം പുതിയ പുതിയ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഉള്ളപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെൻഡ് ചിലപ്പോൾ വാങ്ങേണ്ടി വന്നെന്ന് വരാം, അല്ലേ? അത് സാധ്യതയാണ്. അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് സർജറി ഇപ്പോൾ വന്നിട്ടുണ്ട് ഓർത്തോപീഡിക്സിന്, അതിൻ്റെ ചിലപ്പോൾ വാങ്ങേണ്ടി വന്നെന്ന് വരാം. അപ്പോൾ ഇത്രയും മോർബിഡായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, ഇത്രയധികം രോഗാതുരതയുള്ള ഒരു സൊസൈറ്റിയിൽ സ്വകാര്യ ആരോഗ്യ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു സംശയവും വേണ്ട. പക്ഷേ അതേ അവസരത്തിൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒത്തിരി സംവിധാനങ്ങൾ നമ്മൾ നടപ്പിലാക്കേണ്ടതാണ്. ഒരു ഉദാഹരണം പറയാം. എനിക്കറിഞ്ഞൂടെ, ഇപ്പോൾ സ്കൂളിലെ അധ്യാപകരാരെങ്കിലും കൂടെ ഉണ്ടോ? അറിയില്ല. സാധാരണഗതിയിലെ പരിഷത്തിൻ്റെ രീതിയിൽ കൂടുതൽ സ്കൂൾ അധ്യാപകരായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു. അവരായിരുന്നു നമ്മുടെ നട്ടല്ലേ. സ്കൂൾ ആരോഗ്യ പദ്ധതി ഇപ്പോൾ നടപ്പിലാകുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. വീണ്ടും ആരംഭിക്കുമെന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞിട്ടുണ്ടോ സാർ? സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം എപ്പോഴാത്തി കോളേജിലും അത് വേണ്ടതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുണ്ടല്ലോ, POC, അതിൻ്റെ എല്ലാം വിത്ത് വിതയ്ക്കപ്പെടുന്നത് ഈ സ്കൂളിലും കോളേജിലാണ്. ഇന്നത്തെ സ്കൂളിലും കോളേജിലും എടുത്താൽ ശരാശരി ഒരു 50% കുട്ടികളുടെ ഓവർ വെയിറ്റാണ്. ബോഡി മാസ് ഇൻഡെക്സ് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് തൂക്കം കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യം അവരോട് പറയുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നമുക്ക് ആരംഭിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ആഹാര രീതികൾ, വ്യായാമമില്ലായ്മ, തെറ്റായ അനാരോഗ്യകരമായ ആഹാര രീതികൾ, അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ, ഇതെല്ലാം ഈ രോഗത്തിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ എനിക്കറിയില്ല, പണ്ടൊക്കെ ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ വെളിയിൽ പോയി ആഹാരം കഴിക്കാൻ പറഞ്ഞാൽ ഒളിച്ചൊക്കെ പോയി കഴിക്കണം, അല്ലേ? സമ്മതിക്കത്തില്ല. ഇന്നിപ്പം ഈ കോട്ടയം ആ നിലവാരത്തിലേക്ക് എത്തുമെന്ന് പറയാം. അതായത് തിരുവനന്തപുരത്തിൽ ഒരു കുറഞ്ഞത് 70-80% ആളുകളും വൈകുന്നേരമെങ്കിലും വെളിയിൽ നിന്ന് ആഹാരം കഴിക്കും. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വളർന്നു വരുന്ന ഒരു വ്യാപാര മേഖല എന്ന് പറയുന്ന ആഹാരത്തിൻ്റെ. തെറ്റൊന്നുമില്ല, ആഹാരം നമ്മൾ കഴിച്ച് ആസ്വദിക്കേണ്ടതാണ്. നല്ല പുതിയ പുതിയ ആഹാരങ്ങൾ കഴിക്കണം, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ ആഹാരത്തിൽ പാലിക്കേണ്ട ചില മിനിമം ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട്, അല്ലേ? ഇപ്പം പല വീടുകളിലും ഈ ഐസ്ക്രീം ഫാമിലി പാക്കെങ്കിലും വാങ്ങി വെക്കാതിരിക്കണം, അല്ലേ? ശരിയോ? ഫാമിലി പാക്കൊക്കെ വാങ്ങിച്ചാൽ നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കും. ഐസ്ക്രീം കഴിക്കുന്നത്, ഞാനും ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ആണെങ്കിൽ ഒരൽപ്പം കഴിക്കുന്നത് തെറ്റുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചില, ഇപ്പം എന്താഹാരം കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഞാൻ എടുക്കാം. ഞാൻ അതിൻ്റെ ഒരു ന്യൂട്രീഷണലിസ്റ്റൊന്നും അല്ല, എനിക്കതിന് പോഷണ വിദഗ്ധനല്ല, എനിക്കത് പറയാൻ അറിഞ്ഞൂടെ. അത് വേറെ ക്ലാസ്സുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എന്നോട് പറയാം ഇന്നത് കഴിക്കാമെന്നൊന്നും ഇത് കഴിയുമ്പോൾ ചോദിച്ചേക്കരുത്. എങ്കിലും 1-2 ഉദാഹരണം ഞാൻ പറയാം. കേരളം ഇത്രയും വലിയ തീരപ്രദേശമുള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും അധികം മത്സ്യം കഴിക്കുന്ന ഒരു സമൂഹമാണ് കേരളം, അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊന്നും. ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. കേരളീയരെല്ലാം 2 കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ രോഗാതുരത പകുതിയായിട്ട് കുറയും. ഒന്ന്, ചോറ് കുറച്ച് കഴിക്കുക, മത്സ്യക്കറി കൂടുതലായിട്ട് കഴിക്കുക. ഇതിപ്പം ഞാൻ ചില കല്യാണത്തൊക്കെ ചില ഈ കൂന പോലാണ്, ഈ കുന്നു പോലാണ് ചോറ് കഴിക്കുന്നത്, അല്ലേ? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് ഈ കഠിനമായി അധ്വാനിക്കുന്നൊരു സമൂഹമായിരുന്നു ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അധ്വാനിക്കുമ്പം ആ കാർബോഹൈഡ്രേറ്റ് പിന്നെ പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആഗിരണം ചെയ്ത് ബാക്കി ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് മിക്കവാറും നമ്മുടെ വയറ്റിലാണ് അടിയുന്നത്. എനിക്ക് പോലും കുറച്ച് പോയാറുണ്ട്. ഇറ്റ്സ് എ ബാഡ് ഫാറ്റ് പ്രൊഡ്യൂസ് ഓൾ ദീസ് പ്രോബ്ലംസ്. ചീത്തക്കൊഴുപ്പായിട്ടാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ അത് കുറയ്ക്കുക, നമ്മൾ കുറയ്ക്കാൻ തീരുമാനിക്കാമെന്ന് വിചാരിക്കുക. ഗണ്യമായിട്ട് മറ്റേതല്ല, ഫിഷ് പ്രൊട്ടക്ട്സ് യുവർ ഹാർട്ട്. കാരണം അതിനകത്ത് omega-3 എന്ന് പറയുന്ന ഒരു കൊഴുപ്പുണ്ട്, അത് നല്ലതാണ്. അതിലെ പ്രോട്ടീൻ ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ്. പ്രത്യേകിച്ച് മത്തി വയലിൽ നമ്മളേറ്റവും കഴിക്കുന്ന 2 സാധനം അതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? എല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ ഈ omega-3 പോവും, അനാവശ്യമായ കൊഴുപ്പ് അതിനകത്ത് ചേരുകയും ചെയ്യും. സപ്പോസ് ഞാൻ ഈ ഫ്രൈ കഴിക്കരുതെന്നല്ല ബാധിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ആളുകളെല്ലാം നാളെ രാവിലെ എനിക്ക് കേരളത്തിൽ കാണാൻ കേട്ടോ ഒരു അധികാരം കിട്ടിയ ഞാൻ ആദ്യത്തെ ഓർഡർ അതായിരിക്കും, ഈ ട്രംപ് ഇറക്കിയ പോലെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സദ്യക്കൊക്കെ പോകുമ്പോൾ ഇല തിരിച്ചിടുന്നു. ഈ ചുറ്റുപാടുള്ള സാധനമാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത്. മനസ്സിലായില്ലേ? അവസാനം അല്പം ചോറ് കഴിക്കാതെ തിരിച്ച് ഇലക്കുക. അല്ലെങ്കിൽ ഒരു വലിയ ഡിന്നർ നടക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ ആദ്യം ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തേക്ക് പോയി ഫ്രൂട്ട്സ്
കൊണ്ട് വയറ് ഒരു പകുതി നിറയ്ക്കുക. അപ്പം പിന്നെ ബാക്കിയൊക്കെ കുറച്ചല്ലേ കഴിക്കുന്നത്. ഈ പൊറോട്ടയും മറ്റ് കാര്യങ്ങളെല്ലാം ചെറിയ ക്രമീകരണമാണ്. അതിൻ്റെ അർത്ഥം ആഹാരത്തോട് നമ്മൾ ഒരു എന്താ പറയുക ശത്രുത കാണിക്കുന്നത് അങ്ങനെയുണ്ട്. പല ന്യൂട്രീഷനിസ്റ്റുകളും. ഞാനൊരു ഈയിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അദ്ദേഹം ഈ ആരോഗ്യ സന്ദേശം പ്രഭാഷണം നടത്തുന്ന ആളാണ്. അയാൾ 100ാമത്തെ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്യാൻ ഞാനാണ് പോയത്. അതിലെ പുള്ളി ഒരു ഗ്ലാസ് ചായ നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങോട്ട് വരുന്നു, പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആകെ കൂടി കുഴപ്പം. ആഹാരം ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിന് ശത്രുതാപരമായ നിലപാടുകൾ, അതിന് എൻ്റെ ചേരുവകളിൽ എങ്ങനെ മാറ്റം വരുന്നു. എവരിത്തിങ് ഇൻ മോഡറേഷൻ, എല്ലാം മിതമായി കഴിക്കാൻ. ഞാൻ പായസം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ ഹൈ കാർബാണ്. 1 ഗ്ലാസ് കഴിച്ചേക്കണം, അല്ലെ 1/4 ഗ്ലാസ് കഴിച്ചേക്കണം, അല്ലേ? എന്തിനാ 3 ഗ്ലാസ് കഴിക്കുന്നത്? പപ്പടം നമ്മുടെ നല്ല ആഹാരങ്ങളൊന്നും. പക്ഷെ നമുക്ക് ഒരു ദിവസം ആവശ്യമായ ഉപ്പ് അതിനകത്തുണ്ട്. ഒരു പപ്പടം കഴിച്ചേക്കണം. ഇപ്പോൾ എനിക്കറിഞ്ഞു അടുത്ത കാലത്ത് ഞാൻ പോകുന്ന ഹോട്ടലിലല്ല 2 പപ്പടം. ഒരു നിയമം മൂലം അതും നിരോധിക്കണം. എന്തിനാ 2 തിരഞ്ഞെടുക്കാൻ? നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെയെങ്കിലും ഇവിടുത്തെ രോഗം. അപ്പം ഞാൻ അവരോട് പറയാം, അതായത് ഞങ്ങളുടെ ഡോക്ടർമാരെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഒരു കാര്യമാണ്. ആശുപത്രികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പകർച്ചവ്യാധികളുടെ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊതുകുകളെ നിയന്ത്രിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കേരളം വലിയ മഹത്വമാണ്, നമ്മളെല്ലാം പുകഴ്ത്തലിൻ്റെ ആശാന്മാരാണ് നമ്മൾ. എന്ത് പറഞ്ഞാൽ ഇന്ന് വരെ നമുക്ക് കൊതുകുകളെ നിയന്ത്രിക്കാൻ കഴിയും. ലോക്കൽ ബോഡീസും ആരോഗ്യവകുപ്പും സംയുക്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു, അത് നടന്നു 2022. കാരണം ഈഡിസ് ഈജിപ്തി എന്നുള്ള കൊതുക് ഉള്ളിടത്തോളം കാലം സീക്ക വൈറസ് ഇൻഫെക്ഷൻ കേരളത്തിൽ വരുമെന്നിപ്പോൾ അതിന് കോമൺ സെൻസ് മതി കേട്ടോ. കാരണം കേരളം ലോകവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംസ്ഥാനമാണ്. മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായിട്ടും ലോകവുമായിട്ടും നിരന്തരമായി ബന്ധപ്പെട്ട് കിടക്കുക, അല്ലേ? അതുകൊണ്ട് എന്തും ഇങ്ങോട്ട് വരാം, അങ്ങോട്ടും പോകാം. അതാണല്ലോ ആദ്യമായിട്ട് കോവിഡ് വന്ന കേരളത്തിലാണല്ലോ ഇന്ത്യയിൽ. നിപ്പ തന്നെ, അല്ലേ? മലേഷ്യ തുടങ്ങി, അത് കഴിഞ്ഞ് സിംഗപ്പൂരിൽ പോയി, നേരെ ബംഗ്ലാദേശിൽ പോയി, പിന്നെ ബംഗാളിൽ വന്നു, പിന്നെ കേരളത്തിൽ പോയി. സോ എനിത്തിങ് ക്യാൻ കം ടു കേരള. മാത്രമല്ല ഇന്ന് ഒരു പകർച്ചവ്യാധി സാധ്യതയുള്ള ഒരു രോഗം ലോകത്ത് എവിടെ ഉണ്ടായാലും 72 മണിക്കൂർ കൊണ്ട് ലോകമെമ്പാടും വ്യാപിക്കാം. അതിലാദ്യം ഒന്ന് കേരളമായി. ഡ്രൈ ഡേ ആചരിക്കുന്ന എത്ര പേര് ഇവിടെ ഇപ്പോൾ കൈവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ ഡ്രൈ ഡേ ആചരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ കൈവെക്കും. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഈ ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ മദ്യപിക്കലെന്നാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറഞ്ഞത്. ഞാൻ തമാശയായിട്ടല്ല. ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രിയാകുന്നതിന് മുമ്പ് പങ്കെടുത്ത ഒരു പഞ്ചായത്തിൻ്റെ വികസന സെമിനാറിൽ നടന്ന സംഭവമായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ. നിസ്സാരമായ കാര്യം. ഞാൻ ഈയിടെ കേട്ടോ സുഹൃത്തുക്കളെ, മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും വിജയകരമായി നടപ്പിലാക്കിയെന്ന് പറഞ്ഞ ഒരു ജില്ലയിലെ ഗവൺമെൻറ് റെസ്റ്റ് ഹൗസിൽ ഞാനൊരു ദിവസം താമസിക്കാൻ പോകും. ഞാൻ ജില്ല പറയുന്നില്ല. അപ്പോൾ ചെന്നവിടെ തന്നെ അവർ പറഞ്ഞിട്ട് പറഞ്ഞു, സാറേ മുറിക്കകത്തേ ഇരിക്കാവുള്ളൂ, ഭയങ്കര കൊതുകാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ കാണാനൊക്കെ ഒരാളൊന്നും പറഞ്ഞു അകത്തേക്ക് സംസാരിക്കുന്നില്ല. അപ്പോൾ വലിയ ആന വടിപ്പുള്ള കൊതുകുകൾ വലിയാണ്. ഞാനകത്തിരുന്നു. രാവിലെ ഞാൻ ഈ ജനലൊന്ന് തുറന്നു നോക്കിയപ്പം അതിനകത്തുള്ള ഈ ഡ്രെയിനേജ് ഉണ്ടല്ലോ, അതിങ്ങനെ പൊട്ടി അതിനകത്ത് ഇങ്ങനെ ഗുമുമാന്നിങ്ങനെ കൊതുകുകൾ വന്നുകൊണ്ടിരിക്കുക. അതൊരു വലിയ ക്യാമ്പസാണ്. ആ ക്യാമ്പസിലെ പൂച്ചട്ടികൾ അതിനകത്ത് നിറച്ച്. നിങ്ങളുടെ വീട്ടിൽ കൊതുക് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈഡിസ് ഈജിപ്തി കൊതുക് അധികം പറക്കത്തില്ല. തൊട്ടടുത്ത് എവിടെയാണ് കണ്ടത്, ശുദ്ധജലത്തിൽ അത് വളരുന്നത്. അത് നമ്മുടെ പൂച്ചട്ടിക്കകത്തുള്ള വെള്ളം, ടെറസിൽ കെട്ടി കിടക്കുന്ന വെള്ളം, ഫ്രിഡ്ജിലെ ട്രേ, ഇതിനകത്തൊക്കെ അത് വളരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഒഴിച്ച് കളയണം. അതിനാണ് ഈ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. നമ്മൾ ആചരിക്കുന്നുണ്ടോ? നിസ്സാരമായ കാര്യമാണ്. അതിൻ്റെ ഫലമായി ഡെങ്കി പനി, ചിക്കൻ ഗുനിയ, സീക്ക ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാനിപ്പോഴേ പറയാം, സംഭവിക്കാതിരിക്കട്ടെ, വളരെ മാരകമായ മറ്റൊരു രോഗം കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് യെല്ലോ ഫീവറാണ്, മഞ്ഞപ്പനി. ഈഡിസ് ഈജിപ്തി അത് പരത്തുന്നത്. മരണനിരക്ക് വളരെ കൂടുതലാണ്. വാക്സിൻ ഉണ്ട് ഭാഗ്യത്തിന്, പക്ഷെ വാക്സിൻ വരുമ്പോഴേക്കും ഒത്തിരി പേര് മരിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് കൊതുകുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇനി തൊട്ട് നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കോവിഡ് കാലത്ത് നിന്ന് നമ്മളൊരു സംഭവം നടന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വി ഷുഡ് ഹാവ് സം ക്യാരി ഹോം മെസ്സേജസ്. എപ്പോഴും ഒരു അനുഭവത്തിൽ നിന്ന് എല്ലാവരും ഒരു മാസ്ക് കയ്യിൽ കരുതണം സ്ഥിരമായിട്ടെന്നാണ് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കട്ടെ. നമ്മുടെ കയ്യിൽ ഒരെണ്ണം വേണം. ഈ മൊബൈൽ കൊണ്ടു നടക്കുന്ന അത്രയും ബുദ്ധിമുട്ടും അല്ലേ? നമ്മളെല്ലായിടത്തും മൊബൈൽ എന്തായാലും കൊണ്ടു നടക്കുന്നത്. ആശുപത്രി പോകുമ്പോൾ നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കണം. ഈ ആശുപത്രിയിൽ നിന്നാണ് ഇപ്പം നീപ്പ എവിടുന്നാണ് പരന്നത്, അല്ലേ? വീട്ടിനകത്തുനിന്നും ആശുപത്രിയിൽ നിന്നാണ് പരന്നത്. ആൾക്കൂട്ട സന്ദർഭങ്ങളോടൊപ്പം ഈ അന്തരീക്ഷത്തിലൂടെ പകരുന്ന
വൈറൽ രോഗങ്ങളാണ് കേരളത്തിൽ കൂടുതലായി H1N1 തുടങ്ങിയ രോഗങ്ങളൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ മാസ്ക്, അതുപോലെ ആൾക്കൂട്ട സന്ദർഭങ്ങളുള്ള സന്ദർഭങ്ങൾ ആവശ്യമനുസരിച്ച് എപ്പോഴും വേണമെന്ന് ഞാൻ പറയുന്നില്ല. പൊടിപടലങ്ങളോ അപ്പോൾ ഞാൻ ധരിക്കേണ്ട, കാരണം ഐ എം ആൻ ആസ്മ, സത്യത്തിൽ കഴിയുന്നിടത്തോളം ധരിക്കും. അല്ലെങ്കിൽ എയർപോർട്ട് നല്ലൊരു സ്ഥലമാണ് ഈ രോഗങ്ങൾ പറഞ്ഞാൽ, അപ്പം മാസ്ക് ധരിക്കും എപ്പോഴും വേണമെന്ന് ഞാൻ പറയുന്നില്ല, കഴിയുന്നിടത്തോളം. അപ്പോൾ ആ രീതിയിൽ അതുപോലെ കൈകൾ നമ്മൾ കൈ കഴുകാനൊക്കെ പഠിച്ചല്ലേ, ഇപ്പം വീണ്ടും പഴയ പോലെ ടാപ്പിലടിക്കൊണ്ട് ഇപ്പം വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കേരളത്തെ ഏറ്റവും അധികം. നമ്മുടെ എല്ലാ കിണറുകളിലും പിന്നെ ജൈവ മാലിന്യങ്ങളുണ്ട്. വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പോൾ? ആ സ്വഭാവം നമുക്കില്ലാതായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ലളിതമായ രോഗപ്രതിരോധ നടപടികൾ വഴി തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗങ്ങൾ മൂലമാണ് കേരളത്തിലെ രോഗാതുരത വർദ്ധിച്ചു വരുന്നത്. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്, പലതും വർദ്ധിച്ചു വരും. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ നമുക്ക് സ്വീകരിക്കണം. അതിന് ഇന്ന് ഭാഗ്യത്തിന് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇടപെടൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചികിത്സയും നേരത്തെ പറഞ്ഞല്ലോ, ആ മനുഷ്യത്തിൻ്റെ പഴയ മുദ്രാവാക്യം ഏതാ, സമവാക്യം, ആരോഗ്യ സമയം ഡോക്ടർ, അത് വീണ്ടും പ്രസക്തമാകുകയാണ്. ഇപ്പോഴേ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യം പറയുമ്പോൾ 5-6 ഘട്ടങ്ങളുണ്ട്, 5-6 തലങ്ങളിൽ നമ്മൾ ഇടപെടണം. ഒന്ന് ആരോഗ്യ വിദ്യാഭ്യാസം, രോഗപ്രതിരോധം, ചികിത്സ, അത് പ്രാഥമിക ചികിത്സ, ദ്വിതീയ ചികിത്സ, ടെർഷറി കെയർ, പുനരധിവാസം, റീഹാബിലിറ്റേഷൻ. അത് വേണ്ടത്ര കേരളത്തിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്കത് വളരെ വിഷമത്തോടു കൂടി എനിക്ക് മനസ്സിലായത്, ഞാൻ പിന്നെ 2011 ചങ്ങനാശ്ശേരി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അർത്ഥം തോറ്റുപോയെന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ അവർ പറഞ്ഞു, ഡോക്ടർ ചികിത്സിച്ച ചില രോഗികളിലൂടെ ഒരു കോളനിയിൽ അവിടെ നിന്ന് ഡോക്ടറെ കാണുമെന്ന്. അപ്പോൾ ഞാനപ്പോൾ വളരെ സന്തോഷത്തോട് ചെന്നപ്പോൾ എന്താ സ്ഥിതി, വളരെ ബുദ്ധിമുട്ടി ഹെഡ് ഇഞ്ചുറിയൊക്കെ ട്രീറ്റ് ചെയ്ത പല ആളുകളും കിടപ്പാണ്. അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർക്ക് ഗുണമുണ്ടായെന്ന് പോലെ എനിക്ക് സംശയം. അവരെ വലിയ നന്ദിയോടുകൂടിയാണ് നമ്മളവിടെ ഡോക്ടറെ ജീവൻ രക്ഷപ്പെടുത്തിയതെന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്താണ് സ്ഥിതി? വളരെ മോശമാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് പുനരധിവാസം, പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകർ, സർക്കാർ, രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയായിട്ട് പാലിയേറ്റീവ് കെയർ. അപ്പോൾ ഈ 5-6 തലങ്ങളിലായിട്ട് നമ്മൾ ഇടപെടും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു വലിയ പ്രശ്നം കേരളത്തിൽ ഇപ്പം വളർന്നു വന്നിട്ടുള്ളത്. അതുകൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാനൊന്ന് ചുരുക്കാൻ ശ്രമിക്കും. അതെന്താണ്? വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചില്ല. ഞാൻ വയോജനങ്ങളിൽപ്പെട്ട ഒരാളാണ്. 20% വയോജനങ്ങൾ മാത്രം പറഞ്ഞാൽ പോലെ ഞാനിപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷകളൊക്കെ തന്നെ സംസാരിച്ചിട്ട് പറയുകയാണ് ഈ കേരളത്തിലെ സ്ത്രീകളുടെ കാര്യം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും, 6 വയസ്സ് 7 വയസ്സിൻ്റെ മെച്ചം സ്ത്രീകൾക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു പ്രായത്തിൽ. പിന്നെ നമ്മുടെ വിവാഹപ്രായത്തിലുള്ള അന്തരവും ഇപ്പോൾ ക്ലാസ്മേറ്റ്സിനൊക്കെ വിവാഹം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. കുറച്ചുകൂടെ പ്രായം കുറഞ്ഞവരെ കഴിക്കാമെങ്കിൽ അതിനെക്കാളും നല്ലത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച് കുറഞ്ഞതൊരു 10-15 വർഷം കൂടി പിന്നെ സ്ത്രീകൾ ജീവിച്ചിരിക്കാൻ സാധിക്കും. കേരളത്തിൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, 60 വയസ്സിന് മുകളിലുള്ളവരിൽ സ്ത്രീകളിൽ ഏതാണ്ട് 58% ആളുകളും വിധവകളാണ്. അതേ അവസരത്തിൽ ഏതാണ്ട് 10% പിന്നെ അവിവാഹിതരേ ഉള്ളൂ. സിംഗിൾ വുമൺ ആണ് ഇന്നത്തെ വലിയ. അപ്പം മാത്രമല്ല ഈ റിപ്രൊഡക്റ്റീവ് ഏജിൽ സ്ത്രീകളുടെ ആരോഗ്യം പുരുഷന്മാർക്കാൽ പല കാരണങ്ങൾ കൊണ്ട് മെച്ചമായിരിക്കും. അതിനകത്ത് ഈ ക്യാൻസർ ടെസ്റ്റൊക്കെ വരുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും പൊതുവെ ഈ ഹോർമോണൽ അഡ്വാൻറ്റേജ് അങ്ങനെയൊക്കെയുള്ള പല മെച്ചം അവർക്കുണ്ട്. പക്ഷേ പ്രായമായി കഴിഞ്ഞാൽ പുരുഷന്മാരുടെ എല്ലാ രോഗവും അവർക്ക് വരാം, അവരുടേതായ തനതായ രോഗങ്ങളും വരാൻ കഴിയും. അപ്പോൾ പ്രായമായ സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതി പുരുഷന്മാരെക്കാൾ മോശമായി. ഇവരൊറ്റയ്ക്കാണ് താനും. ഇപ്പോൾ അറിയാം, കുട്ടികളെ അവരെ നോക്കണമെന്നൊക്കെ പറയുന്ന പ്രായങ്ങളിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അതും സ്ത്രീകൾക്ക് ഭാരമായിട്ട് വരിക. ഞാനിവിടെ MG യൂണിവേഴ്സിറ്റി ആണെന്ന് ഒരു സെമിനാറിൽ പറഞ്ഞു. അപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ഈ പ്രായമായവരെ നോക്കേണ്ടി വരുന്നുണ്ട്, ഞങ്ങളുടെ കരിയറിനെ അത് ബാധിക്കും. അത് ശരിയാണല്ലേ? അത് ശരിയാണ്. കാരണം കുടുംബത്തിൽ വേറെ ആരെങ്കിലും എത്തിച്ചു പോയാൽ നാട്ടുകാരെല്ലാം കൂടെ കുറ്റം പറയും, വീട്ടുകാർ കുറ്റം പറയും എന്നുള്ളത് അങ്ങനെയുള്ള സാമൂഹിക പ്രത്യാഘാതം. വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്നും പറയാൻ നോക്കില്ല. ഞാനിത് പറഞ്ഞു മടുത്ത കാര്യമാണ്. ഈ പ്രായമായ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നം എന്താ പറയുക, മൂത്രം അറിയാതെ പോകുന്നതാണ്.
ശ്രദ്ധിച്ചെടുക്കുക. എനിക്ക് എൻ്റെ ഒരു സിസ്റ്റർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സിസ്റ്ററിന് 95 വയസ്സ്, 91 വയസ്സുള്ള സിസ്റ്റർ കഴിഞ്ഞ ദിവസം മരിച്ചു എറണാകുളം. അപ്പോൾ നമ്മുടെ ബന്ധുക്കളായ സ്ത്രീകളെയൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മളോട് വേണം ഇങ്ങനെയൊരു പ്രശ്നമുണ്ടല്ലോ, അത് ഏറ്റവും വേണമെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഇൻകോണ്ടിനൻസ്, മൂത്രം അറിയാതെ പോകുന്ന സ്വഭാവം അവർക്കുണ്ടാകാൻ കാരണം എന്താ? നമ്മുടെ ഏതെങ്കിലും നഗരത്തിലോ ഗ്രാമത്തിലോ, എനിക്കറിഞ്ഞൂടാ വൈക്കത്തുണ്ടോ, സ്ത്രീകൾക്ക് പോകാൻ പറ്റിയ ടോയ്ലറ്റുകൾ എത്രയുണ്ട്? സ്ത്രീകളുണ്ടല്ലോ വൃത്തിയുള്ള ടോയ്ലറ്റിലേക്ക് പോകും, പുരുഷന്മാരെ പോലെയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് തൃശ്ശൂരിലേക്ക് ഇപ്പം പങ്കാളി എന്നാണ് പറയണ്ട, ഭാര്യ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല അല്ലേ. അപ്പോൾ പങ്കാളിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു മൂത്രം ഒഴിക്കണം എന്നാന്ന് പറഞ്ഞാൽ ഞാനൊരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്, സ്ഥലം പറയുന്നില്ല മനഃപൂർവ്വം, ഞാൻ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ നടക്കുക, നോക്കുമ്പോൾ ഭാര്യ അല്ല ഈ പങ്കാളി പറയുന്നത് ഇവിടം വരെ മണം കിട്ടുന്നുണ്ട്, ഞാൻ കരുതില്ല എന്നുള്ളത്. ഇപ്പം പിന്നെ ഗുണമുണ്ട്, എന്താണ് നമ്മുടെ പെട്രോൾ ബങ്കിലൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ പെട്രോൾ ബങ്കിൽ കാറിൽ പോകുന്നവരല്ലേ ഇത്, ചുമ്മാ കാർ നടക്കാർക്ക് പോയി പെട്രോൾ ബങ്കിൽ പോകും. ഇന്ന് വരെ കേരളം ഇത്രയും മുന്നോട്ട് പോയത് എത്ര സ്ഥലത്ത് കേരളത്തിൽ നഗരത്തിലോ ഗ്രാമത്തിലോ സ്ത്രീകൾക്ക് പോകാൻ പറ്റിയ വൃത്തിയുള്ള ശുചിത്വമുള്ള ശൗചാലയങ്ങളുണ്ട്. നമുക്കൊരു ആപ്പ് തന്നെ വേണ്ട, അത് ക്ലിക്ക് ചെയ്ത് എനിക്ക് കിട്ടാൻ പറ്റും. വൈക്കത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് എന്ത് പറ്റുന്നു, പ്രായമാകുമ്പോഴവർക്ക് ഇൻകോണ്ടിനൻസ്. അതുപോലെ തന്നെയാണ് സ്ഥാനാർബുദത്തിൻ്റെ കാര്യം. ക്ഷമിക്കണം, സ്ഥാനാർബുദത്തിനെ സംബന്ധിച്ചിപ്പോൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ജനിതക കാരണങ്ങളുണ്ട്, മുലയൂട്ടൽ കുറഞ്ഞു വരുന്നതിൻ്റെ കാരണങ്ങളുണ്ട്, ലേറ്റ് മാരേജ് ഒരു പ്രശ്നമാകാം. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓവർ വെയ്റ്റാണ്, അമിതമായ ഭാരം. ഓൾ ദ കോസസ് ദാറ്റ് ക്യാൻ ലീഡ് ടു ഹാർട്ട് ഡിസീസ് ക്യാൻ ലീഡ് ടു CA ബ്രസ്റ്റ് ആൾസോ. കേരളത്തിലെ സ്ത്രീകളിൽ തന്നെ ഒരു 40-45% ഓവർ വെയ്റ്റ്. അത് കുറയ്ക്കണ്ടേ? ഇപ്പോൾ എന്താണെന്ന് സ്ത്രീ ഈ വെയിറ്റൊക്കെ കൂടി വരുന്നു, എക്സസൈസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പങ്കാളി ചെയ്യുന്ന രാവിലെ നിങ്ങളെ വിളിച്ചുണർത്തി ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ തന്നെ നടക്കാൻ പറ്റും. സ്ത്രീകളല്ല, പുരുഷന്മാരാണല്ലോ ഓടിക്കുന്നുണ്ടാകുന്നത്. സ്ത്രീകളാണ് കൂടുതലായിട്ട് നടക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തിയത് വളരെ നല്ല കാര്യം. CA സർവീസ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ് കേരളത്തിൽ ഭാഗ്യത്തിന്. അതിന് വാക്സിൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ബ്രസ്റ്റിൻ്റെ കാര്യം തീർച്ചയായിട്ടും ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തേണ്ടതാണ്. അതിപ്പോൾ നടത്തിയെന്നുള്ള കാര്യം സന്തോഷം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതെല്ലാം ഇന്ന് തിരുത്തി പറയേണ്ടതാണ്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഹെൽത്ത്, ഇറ്റ് ഈസ് നോട്ട് ലോ കോസ്റ്റ്. പിന്നെ വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി കുറേയൊക്കെ ശരിയാണെങ്കിലും ഞാൻ അട്ടപ്പാടി പോയി ഒരു പഠനം നടത്തിയവരാണ് 2013. ആദിവാസികളുടെ ജീവിത രീതിയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, മാറി വന്ന സർക്കാരുകളാണ്. പക്ഷേ ഇപ്പോഴും നമ്മളെക്കാളും മോശമാണ്. അതുപോലെ തന്നെ പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം, തൊഴിലെടുക്കുന്നവരുടെ കാര്യം, തൊഴിൽജന്യ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ മരാമത്ത് പൊടിയാണ്. അവിടെ നമ്മുടെ എന്താണ് അതിഥി സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ ഞാനവിടെ അവരെ ജോലി കേൾപ്പിച്ച ആളുകളോട് പറഞ്ഞു, മുഴുവൻ പൊടിയാണ്. എനിക്കതുപോലെ എനിക്ക് വീണ്ടും ഇപ്പം വന്നു. ഇപ്പം ഞാൻ ടേക്കിംഗ് ഡ്രഗ്സിനോ ഞാനവിടെ ഇരുന്ന് മാസ്ക് ഒക്കെ ഇട്ടെങ്കിൽ എനിക്കിപ്പം വീണ്ടും ചോദിച്ചറിയാം. കണ്ടില്ലേ, തൊഴിലാളികൾക്കൊക്കെ മാസ്കും ഗ്ലൗസും കൊടുക്കേണ്ടതാണ്. തീർപ്പ് മില്ലുകളൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ? ഞങ്ങളുടെ അപ്പോൾ അവർക്കത് ഉപയോഗിച്ച് പരിചയമില്ല പലരും. ഞങ്ങളുടെ വീട്ടിൽ നിയമിക്കാൻ വരുന്ന വനിതയ്ക്ക് ഞാൻ തന്നെ ഗ്ലൗസ് വാങ്ങിച്ചു. സത്യത്തിൽ ഇവിടെ കയ്യൊക്കെ കാണുന്നു, മേടിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഇവിടുത്തെ തൊഴിൽജന്യ രോഗവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നു. ഇവർക്കൊക്കെ ലെപ്റ്റോസ്പൈറോസിസ് നമ്മൾ പറഞ്ഞില്ലേ, കാലിൻ്റെ മുറിവ് പറ്റി അതുവഴിയാണല്ലോ ഇത് കയറുന്നത്. അപ്പോൾ നമ്മുടെ പാടങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഗൺബൂട്ട് തരികയാണ്. ഗൺബൂട്ട് വേണ്ട, ഒരു കാൻവാസ് ബൂട്ടും ഗ്ലൗസും കാർഷിക വകുപ്പ് കൊടുക്കാൻ സൗജന്യമായി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് കൃഷി വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇതൊന്ന് പറയണമെന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നുണ്ടോ നമ്മളിവിടെ? തൊഴിൽ മേഖലയിൽ എന്ത് സുരക്ഷിതമാണ് അവർ കിട്ടുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ മൊത്തത്തിൽ രോഗപ്രതിരോധത്തിനും ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതിനനുകൂലമായ സാഹചര്യം കേരളത്തിലൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരോഗ്യത്തിൻ്റെ കാര്യം മാത്രമല്ല, ഏത് മേഖല എടുത്താലും, വിദ്യാഭ്യാസം എടുത്താലും, എന്തെടുത്താലും നേട്ടങ്ങൾ ഒത്തിരി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ പറയുന്നുള്ളൂ, ഇന്ത്യയിൽ മുന്നിൽ ഇന്ന അവാർഡ് കിട്ടി, മറ്റേത് കിട്ടി, റാങ്കിങ്ങിൽ നമ്മൾ മുന്നിൽ, അതൊക്കെ ശരിയാണ് ചില ക്രൈറ്റീരിയ അനുസരിച്ച്. പക്ഷേ എല്ലാത്തിനകത്തും ഒരു കോട്ടം നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഒരു സംശയം വേണം. ഞാൻ സൗമ്യയോട് പറഞ്ഞു, സൗമ്യ എനിക്ക് അധികം നാൾ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല, 77 വയസ്സായല്ലോ, ആസ്മ ബൈപ്പാസൊക്കെ ചെയ്ത ഒരാളാണ്. ഇനി മരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് നടന്നിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോ? സൗമ്യ പറഞ്ഞു, ഒരു സാധ്യതയില്ല.
അപ്പോൾ എല്ലാത്തിനും ഒരു കോട്ടമുണ്ട്. പക്ഷേ ഈ കോട്ടം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന സാധ്യതകൾ മുഴുവൻ കേരളത്തിലുണ്ട്. അതാണ് അത്ഭുതകരമായ കാര്യം. അല്ലെ, വിദ്യാഭ്യാസ മേഖല ഗവേഷണം നടക്കുന്ന എത്ര ഗവേഷണ സ്ഥാപനങ്ങളാണ്. ഞാൻ തിരുവനന്തപുരത്ത് മാത്രം വിക്രം സാരാഭായ് സ്പേസ് സയൻസ് സെൻ്ററിൽ തൊട്ട് ഇങ്ങോട്ട് ഈ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, മെഡിക്കൽ കോളേജുകൾ, കാർഷിക സർവകലാശാല, പിന്നെ ആരോഗ്യ സർവകലാശാലകൾ, സ്പെഷ്യൽ സർവകലാശാലകൾ, എന്തെല്ലാം സാധ്യതകളാണ് കേരളത്തിലുണ്ട്. ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഈ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണമെങ്കിൽ കുറവുകളുണ്ടെന്ന് നമ്മൾ സമ്മതിക്കാൻ തയ്യാറാണ് ആദ്യം. ഈ സ്വയം പുകഴ്ത്തൽ അവസാനിപ്പിക്കണം ആദ്യം. ഞങ്ങളാണ് എല്ലാത്തിലും മുന്നിൽ എന്നുള്ള ധാരണ ആദ്യം മാറ്റണം. അപ്പോൾ ആരോഗ്യ മേഖലയിലുള്ള സാധ്യത എന്താ നിങ്ങൾക്കറിയാമോ? പലർക്കും അറിഞ്ഞൂടെ. ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെയുള്ള കാർഡിയോത്തോറാസിക് സർജറിയോ ന്യൂറോ സർജറിയോ വരെയോ ആളുകൾ അറിയും. പക്ഷേ അവിടെയുള്ള പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. അതിൻ്റെ പേര് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അതിൻ്റെ പേര് സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നായിരുന്നു. സാമൂഹ്യ ആരോഗ്യ വിഭാഗം. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ് അവിടെയുള്ളത്. അവർ പലരും പരിശോധിക്കുന്നത് ഡോക്ടർ അനീഷ്, ഇതിനെപ്പോലുള്ള ആളുകളുടെ സൈറു ഫിലിപ്പ്, ഡോക്ടർ ഇന്ദു, നിരവധി പേര് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇത് സ്വകാര്യ മെഡിക്കൽ കോളേജും കൂടെ എടുത്താൽ, അതാണ്ട് 20 മെഡിക്കൽ കോളേജ് ആയില്ലേ കേരളത്തിൽ. എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ എത്ര വലിയൊരു ആസ്തി നമുക്കുണ്ട്. അവരുടെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മുടെ പഞ്ചായത്തുകളുടെ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിൽ അവരെ കൺസൾട്ട് ചെയ്യണം. കോട്ടയം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ട് വേണം ആർപ്പുക്കര പഞ്ചായത്ത് അവരുടെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അവരുടെ പ്രോജക്റ്റ്. ബിക്കോസ് ദേ ആർ എക്സ്പേർട്സ്. ഇപ്പോൾ എപ്പിഡമിയോളജിസ്റ്റിനെ പഞ്ചായത്തുകളൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ സേവനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ വിദ്യാഭ്യാസം, കാരണം പലപ്പോഴും ഈ പഞ്ചായത്തുകളിലൊക്കെ പ്രോജക്റ്റുകൾക്കൊക്കെ കൺവെൻഷനായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ആവർത്തന സ്വഭാവം അല്ലേ, ശരിയല്ലേ. ആദ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു, സൗമ്യ പറഞ്ഞത് ശരിയാണ്, ജനകീയാസൂത്രണം തുടങ്ങിയപ്പോൾ പ്രസക്തമല്ല. ഇപ്പോൾ പിന്നെ വീണ്ടും ആവർത്തനം. കാരണം അവർക്ക് ഐഡിയാസ്, അവർക്ക് ഇതിൽ കുറച്ച് എക്സ്പെർട്ടൈസ് വേണമല്ലോ, കുറച്ച് വിദഗ്ധരുടെ ഉപദേശം വേണം. അതിനുള്ളൊരു സാധ്യത വളരെയേറെയുണ്ട്. അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദഗ്ധരുടെ സേവനം സ്വകാര്യ മെഡിക്കലുകളെ അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസവും രോഗപ്രതിരോധത്തിന് വേണ്ടി വലിയൊരു ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിക്കണം. എല്ലാ തരത്തിലും ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പകർച്ചവ്യാധികളാണെങ്കിലും നമുക്ക് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ ലളിതമായ ആഹാര രീതിയിലൂടെയും അതുപോലെ തന്നെ പൊതു നിയന്ത്രണത്തിലൂടെയൊക്കെ നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്, പോസിബിൾ. പക്ഷെ അത് മാത്രം പോരാ. അത് സർക്കാർ മേഖലയിൽ നടക്കട്ടെ. അത് നടക്കുമ്പോൾ വിവിധ ജനവിഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയൊരു ജനകീയ പ്രസ്ഥാനം കേരളത്തിലുണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ആദ്യം കോട്ടയത്ത് തന്നെയാണ് ഞാനത് ആദ്യം അവതരിപ്പിച്ചത്, നഴ്സസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഡോക്ടർമാരുടെ കാരുണ്യ സ്പർശത്തെക്കുറിച്ച് പറയും. ഡോക്ടർ സെൻറ്റേഡ് ആണല്ലോ. സത്യത്തിൽ രോഗികളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന നഴ്സുമാരാണ്. അവരാണ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടുതൽ. എനിക്കത് മനസ്സിലായ സത്യത്തിൽ ഒരു രോഗിയായിട്ട്. സത്യത്തിൽ നല്ലൊരു ഡോക്ടറാകണമെങ്കിൽ ആദ്യം രോഗിയാകണം എന്നല്ലേ അഭിപ്രായം. എനിക്കതിനൊരു ഭാഗ്യമുണ്ടായിരുന്നു. ശക്തമായ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ഞാൻ 2 ആശുപത്രിയിൽ ICU യൂണിറ്റ് കിടന്നത്. അപ്പോഴാണ് ഈ നേഴ്സുമാരുടെ പ്രാധാന്യം. എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോടാണ് പറയുന്നത്. അവരാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ. അത് നല്ല കമ്മ്യൂണിക്കേഷൻ കഴിവുള്ള ആളുകളാണ്, കഠിനമായി അധ്വാനിക്കാൻ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം സർവീസിലുള്ളവരെല്ല റിട്ടയർ ചെയ്ത ആളുകളുണ്ട്, നഴ്സിംഗ് വിദ്യാർത്ഥികളുണ്ട്, അവരുടെ സേവനം ഉപയോഗിക്കാം. ഞാനിവിടെ DYFIയുടെ പിന്നെ അവരെ ഫോർട്ട് കൊച്ചി വെച്ചൊരു ഫെസ്റ്റിവൽ നടത്തി, ഒരു ലിറ്റററി ഫെസ്റ്റ്. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കേട്ടായിരുന്നു ചർച്ച, കേരള ആരോഗ്യം. അപ്പോൾ അവിടെ ഞാൻ യുവാക്കളോട് പോയി, നിങ്ങളിതിൽ പങ്കെടുക്കണം. യുവാക്കളല്ലേ, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ്, ആശുപത്രിയിൽ സൗജന്യ ഭക്ഷണം കൊടുക്കുക, പിന്നെ പൊതിച്ചോറ് കൊടുക്കുക, അതൊക്കെ നല്ല കാര്യം തന്നെ. രക്തദാനം ചെയ്യുക. പക്ഷെ അത് മാത്രം പോരാ. ആരോഗ്യ വിദ്യാഭ്യാസം യുവാക്കൾക്ക് വലിയ സാധ്യത. ഞാൻ പറഞ്ഞല്ലോ, യുവാക്കളുടെ ഇടയിലാണ് ആദ്യമായിട്ട് ഈ രോഗത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നത്. അത് നാട്ടുകാരോട് പറഞ്ഞെങ്കിലും യുവാക്കളോടെങ്കിലും പറഞ്ഞാൽ മതി. അവരുടെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താം. അങ്ങനെ കേരളത്തിൽ ഈ വിവിധ ജനവിഭാഗങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു കേരള ജനകീയ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചുകൊണ്ട് മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാം. അതാണ് സൂചിപ്പിക്കുക. അതിനെ ഇപ്പോൾ പരിഷത്തിലത് ചർച്ച ചെയ്യുന്നുണ്ട്. പരിഷത്തൊരു വളരെ ചെറിയ ത്തോളം സംഘടന, ഇതിനേക്കാൾ എത്രയോ അധികം ആളുകൾ പങ്കെടുക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും കേരളത്തിലുണ്ട്. പിന്നെ കേരളത്തിലൊരു നല്ല കാര്യം എന്ന് പറയാം, പ്രത്യേകിച്ച് വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം, ധാരാളം സീനിയർ സിറ്റിസൺ ഇപ്പോൾ വൈക്കത്ത് വെച്ചല്ലേ നടന്നത് അവരുടെ വാർഷികം അല്ലേ.
വൈക്കത്ത് വെച്ച് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ വാർഷികം. അവിടെ ഞങ്ങളുടെ മാത്യു പാർക്കൽ സാറിനെ നിങ്ങൾ അനുമോദിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സാണ് മാത്യു പാർക്കൽ സാറ്. അതുപോലെ തന്നെ പെൻഷനേഴ്സ് അസോസിയേഷൻ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. അലുമിനി അസോസിയേഷൻ, ഞാനിവിടെ വന്ന് തന്നെ ഞങ്ങളുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ജോലി നോക്കി വിരമിച്ച ഡോക്ടർമാരുടെ ഒരു അലുമിനി അസോസിയേഷൻ ഉണ്ട്. ഫോർമർ ഫാക്കൽറ്റി ഫോറം, അതിൽ പങ്കെടുക്കാനാണ് ഞാൻ തിരിച്ചു പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച എല്ലാ ആളുകളുടെയും അലുമിനി യോഗം നടക്കാൻ പോകണം മാർച്ച് 8, 9. ഞങ്ങളുടെ ബാച്ചിന് അതുപോലെ തന്നെ ഞാനിവിടെ കോട്ടയത്ത് വന്നത് ജനുവരി 26 SB കോളേജിൽ ഞാൻ 2 വർഷം അവിടെ പഠിച്ചാണ്. SB കോളേജിൻ്റെ അലുമിനി അസോസിയേഷൻ ആയിരുന്നു. ഞങ്ങളുടെ ബാച്ച് 1965 ബാച്ചാണ്. അത് എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ യോഗം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി നോക്കിയ എല്ലാ സർജന്മാരുടെയും സ്പെഷ്യാലിറ്റി നടക്കുന്നത് 500 പേര് ഒരു അലുമിനി അസോസിയേഷൻ യോഗം ഉണ്ടായിരുന്നു. ഇതിവിടെയൊക്കെ ഒരു കൂട്ടായ്മകളുണ്ട്. ഇവരെയൊക്കെ നമുക്ക് ഇതിലേക്ക് അണിനിർത്താൻ പറ്റും. ഇവരൊക്കെ കൂടുതലും ഈ വയോജനങ്ങളാണല്ലോ. അലുമിനി എന്ന് പറയുമ്പോൾ പഴയ ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇവരെ എല്ലാം അണിനിർത്താനുള്ള സാധ്യത അതാണ്. കേരളം നമ്മളെ നിരാശപ്പെടുത്തുന്നതാണ്. നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചോട്ടെ, അത് കൂടെ പറയാൻ പോകുന്നത് ശരിയല്ല. ജനുവരി 1 മരണപ്പെട്ട ആളാണ് KS മണിലാൽ സാർ. മണിലാൽ സാറാണ് ലാറ്റിൻ ഭാഷയിൽ എഴുതിയ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള 12 വോളിയങ്ങളുള്ള പോർത്തൂസ് മലബാറിക്കൂസ് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത സാറാണ്. വളരെ ബുദ്ധിമുട്ടി. ഇവിടെയുള്ള 774 ഔഷധ സസ്യങ്ങളുടെ വിവരങ്ങളായിരുന്നു. എൻ്റെ ഒരു ഭാഗ്യം ഉണ്ടായത് ഞാൻ വൈസ് ചാൻസലറായിരുന്ന കാലത്താണ് കേരള സർവകലാശാലയാണ് പ്രസിദ്ധീകരിച്ചത്. വലിയ ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. 2003 2008 മലയാളമാണ്. ഇന്ന് വരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവേഷണം നടന്നിട്ടില്ല. അതിനെ കേരളത്തിൽ തുടങ്ങുന്നതിന് തെങ്ങിൻ്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. തെങ്ങിൻ്റെ പല മൂല്യങ്ങളും കൽപ്പവൃക്ഷം എന്ന് പറയുമല്ലോ, അതിൻ്റെ ഇല നമ്മൾ ഉപയോഗിക്കുന്നു, തേങ്ങ ഉപയോഗിക്കുന്നു ഒക്കെ. പക്ഷേ അതിൻ്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഒരു ലീഡാണ്, അത് ഉപയോഗിച്ച് ഗവേഷണം നടത്തണം. അങ്ങനെ സംഭവിച്ചു ഒരിക്കൽ. ഇപ്പോൾ വിയറ്റ്നാം വിമോചന സമര കാലത്ത്, അമേരിക്കയായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാലത്ത് അന്ന് അവിടെ ചൗലായി അവിടെ വന്നപ്പോൾ ഹോച്ചിമിൻ പറഞ്ഞു, ഹോച്ചിമിൻ ഇവിടെ മലേറിയ രോഗം വ്യാപിക്കുന്നു, നിലവിലുള്ള മരുന്നുകളൊന്നും ഫലപ്രദമല്ല, ഡ്രഗ് റെസിസ്റ്റൻറ്റ് മലേറിയ, അതുകൊണ്ടൊരു മരുന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ചൈനയിലാണ് ഒത്തിരി ഔഷധ സസ്യങ്ങളുള്ളത്. ഇവിടെ ഹോച്ചിമിൻ തിരികെ പോയി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ഇത് 67 പക്ഷേ 81 ഒരു മരുന്ന് കണ്ടുപിടിച്ചു. അത് 80 ഒരു ഫാർമസിസ്റ്റാണ്, ഫാർമസി വർക്ക് ചെയ്യുന്ന ഒരു വനിതയാണ്, വന്യവയോഗി, 85-ാമത്തെ വയസ്സ്, 2UU എന്നാണ് അവർക്ക് പറഞ്ഞത്. നോബൽ സമ്മാനം കിട്ടിയ 2015. അവർ ആർട്ടിമിസിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് ഈ ചൈനീസ് സസ്യങ്ങളിൽ നിന്ന് കണ്ടെത്തി. ആർട്ടിമിസിൻ അവരെ കണ്ടുപിടിച്ച് വെച്ചാൽ അവർക്ക് നോബൽ പ്രൈസ് കിട്ടി. എന്തുകൊണ്ട് കേരളത്തിൽ ചെയ്തുകൂടാ? കേരളത്തിൽ ഗവേഷണ സ്ഥാപനം TBGR, രാജീവ് സെൻ്റർ ബയോടെക്നോളജി ഗവേഷണമാണ് കൂടുതൽ നടത്തുന്നത്. ഇഷ്ടം പോലെ അല്ലേ, എത്ര ഗവേഷണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുണ്ട്. ഔഷധ സസ്യങ്ങളുണ്ട്. പോർത്തൂസ് മലബാറിക്കൂസ് ഉണ്ട്. ITH എന്ന് പറയുന്ന ചേർത്തലക്കാരനായ, ഇതിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. 8ാം തലമുറയൊക്കെ അവിടെയുള്ള ITHന്റെ സഹായത്തോടു കൂടിയാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. ഫാൻഗ്രീഡ് എന്ന് പറയുന്ന ഡച്ച് ഗവർണറാണ് തയ്യാറാക്കുന്നത്. നമ്മളെന്തുകൊണ്ട് ഗവേഷണം ഇപ്പോൾ ഇത്രയും വർഷമായി, 2003 ഇംഗ്ലീഷ് ഇറങ്ങി, 2008 മലയാളം ഇറങ്ങിയിട്ട് ഇന്നുവരെ ഒരു ഗവേഷണം വേറെ ഉണ്ട് കേട്ടോ. മലയാള ഭാഷ ആദ്യം അച്ചടിക്കുന്നതിനാണ്. ITH കോലെഴുത്തിലാണ് അതിന് എഴുതിയിരിക്കുന്നത്. ആര്യയെഴുത്ത് അതിനുണ്ട്. ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററി, നമ്മുടെ അധിനിവേശ ചരിത്രം, ഇങ്ങനെ ഒത്തിരി ഗവേഷണ സാധ്യത അതിനകത്തുണ്ട്. മെഡിക്കൽ പക്ഷേ അത് ഗവേഷണം നടത്തുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിത് ഇടയ്ക്ക് എഴുതിയപ്പോൾ പലരും തമാശയായിട്ട് പറഞ്ഞു, ഒരു രോഗത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട രോഗത്തിന് ഒരു മരുന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു വിചാരിക്കുക കേരളത്തിൽ. ടേക്ക് ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പോലും പരിഹരിച്ചെന്നില്ല അല്ലേ? ഞാൻ വെറുതെ പറയുന്നതല്ല. ലോകത്തെ പല ഔഷധ കമ്പനികളുടെയും സിംഗിൾ ഡ്രഗ് ഒരു 10-20 മരുന്ന് ഒരു മാർക്കറ്റ്, അതിൽ ഒറ്റ മരുന്നിൻ്റെ കൊണ്ടുണ്ടാക്കുന്ന അവരുടെ വരുമാനം എന്ന് പറയുന്ന ഓരോ രാജ്യത്തിലെയും മൊത്ത വരുമാനത്തെക്കാൾ കൂടുതലാണ്. റോഷ് അതുപോലുള്ള വലിയ കമ്പനികൾ ഒറ്റ സിംഗിൾ നമ്മളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഗവേഷണം നടക്കും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ സഹകരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മളെല്ലാ കാര്യത്തിലും അത് കണ്ടല്ലോ. 2018 പിന്നെ വെള്ളപ്പൊക്കത്തെ കാലത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും ഇപ്പോൾ നടന്ന വയനാട് അല്ലേ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമേക്ഷി മാത്രമല്ല, എല്ലാവരും ഇടപെട്ട് പരിഹരിക്കുന്നതിൽ ഒരുമിച്ച് വരാൻ സന്നദ്ധതയുള്ള ഒരു മനസ്സുള്ള സമൂഹമാണ് കേരളം. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായ ജനകീയ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടി കേരളത്തിൽ ആരംഭിക്കണം. അതിന് ഇവിടെ കൂടിയിരിക്കുന്ന പരിശുദ്ധരല്ലാത്തവരും മറ്റ് സംഘടനകൾ പ്രവർത്തിക്കുന്നവരുണ്ട്. നിങ്ങളുടെ സംഘടനകളിൽ ഈ സന്ദേശം കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിത ഗുണമേന്മയില്ലാത്ത ഒരു സമൂഹമായി
നമ്മളിങ്ങനെ മാറിപ്പോകാനാണ് സാധ്യത. അത് തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം കേട്ടോ. സൗമ്യ പറഞ്ഞ പോലെ ചിലപ്പോൾ എൻ്റെ ജീവിതകാലത്ത് തന്നെ ചിലപ്പോൾ നടന്നു വരാം. പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ കഴിഞ്ഞുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.